വാസ്തവത്തിൽ അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മോശയിലൂടെ വന്ന നിയമത്തിലൂടെ രക്ഷ പ്രാപിക്കാതിരുന്നുവെങ്കിൽ പിന്നെ യേശു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈശോ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. മുട്ടുവിൻ. ഇപ്പോ നിങ്ങൾ കൃത്യമായിട്ടൊന്നും ഉള്ളിൽ കാണുക, എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് വിമോചനം കിട്ടേണ്ടത്, എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു ബലഹീനത. ഇപ്പോൾ ഇതാ ഈശോയെ നീ വന്നിരിക്കുന്നത് ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് വിമോചനം നൽകാൻ വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ കൈവക്കണതിൻ്റെ അർത്ഥം എന്താ? കൈവക്കണതിൻ്റെ അർത്ഥം കർത്താവേ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ആൻസർ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു, സമ്മതിച്ചോ? അതോടൊപ്പം എന്ത് സമ്മതിക്കണം? നിന്നെ കൊണ്ട് ഇത് പറ്റും. അതാണ് പറയുന്നത്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. ഇത് കൃത്യമായിട്ട് ഈ വചനം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യന് അസാധ്യമാകുന്നത് അവന്റെ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. എന്നാൽ അത് സാധ്യമാകുന്നത് ഒരേ ഒരാളിലൂടെ മാത്രമാണ്. ആരിലൂടെയാണ്? ആകാശത്തിന് കീഴിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാളിലൂടെയും ഇത് നടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം നമ്മുടെ പാപങ്ങൾ മുഴുവൻ കുരിശിലേറ്റിക്കൊണ്ട് ആ കുരിശിൽ അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വലിയ ഒന്നും യേശു ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാമോദീസായിലൂടെ ആ യേശുവിന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ ജലവും രക്തവുമാണ് കൂദാശയുടെ ഉറവിടം. ആ കൂദാശയുടെ ഉറവ, ആ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ ജലത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചു. ആ രക്തം നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ഇത് രണ്ടും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃപാവരത്തിന്റെ പൂർണ്ണത മുഴുവൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞോ? ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തുക. അതെ, കരമുയർത്തുന്നതിനെ പിടിക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മളിൽ ഇനിയും പല ആധിപത്യങ്ങളും നടക്കുന്നു? ആ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകുക എന്ന് തിരസ്കരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവയെല്ലാത്തിനെയും തിരസ്കരിക്കുന്നു. പാപത്തെയും പാപവാസനകളെയും ഞാൻ തിരസ്കരിക്കുന്നു. ഞാൻ യേശുവിനെ എന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നു. യേശുവിനെ എനിക്ക് പറ്റുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ എനിക്ക് ഇന്ന് മനസ്സിലായി, എൻ്റെ യേശുവിനെ മാത്രമേ ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ കഴിയൂ. ഈ ബോധത്തോടു കൂടി നമുക്കൊന്ന് സ്തുതിച്ച് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കരയേണ്ടത് ഇത്രയേ ഉള്ളൂ. യേശുവേ, ഞാനിതാ നിന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇക്കാലം അത്രയും നീ എന്നിൽ ഉണ്ടായിട്ട് ഞാൻ കണ്ടെത്തിയില്ലല്ലോ. നീ എന്നിൽ തന്നെ വസിക്കുന്നു എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് ആർപ്പുവിളികളോടെ, കരച്ചിലോടെ, ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയം നൊന്ന് കരയുക. യേശു
യേശു എന്ന ദൂരെയൊന്നുമല്ല. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തിന്റെ വിശുദ്ധിയിൽ പരിപാലിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ദൈവമേ, എന്റെ ശരീരത്തിന്റെ വിശുദ്ധി, എന്റെ മനസ്സിന്റെ വിശുദ്ധി, എന്നിലുള്ള എല്ലാ ആസക്തികളിൽ നിന്ന് മോചനം, എനിക്ക് വിശുദ്ധമായ ഒരു ജീവിതം നൽകണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച